ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാവിലത്തെ സ്പെഷ്യലാണ് കേട്ടോ. നല്ല ഉഴുന്ന് ദോശയുണ്ട്, പിന്നെ 2 തരം ചമ്മന്തി ഉണ്ട് കേട്ടോ. ഒന്ന് തേങ്ങാ ചമ്മന്തിയും പിന്നെ നമ്മുടെ തക്കാളി ചമ്മന്തിയും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചത് മന്തിയാണ് കേട്ടോ. അപ്പോൾ മന്തി റൈസൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ ചിക്കൻ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് കേട്ടോ. ഏതായാലും നമ്മൾ സാധാ റൈസൊക്കെ ഉണ്ടാക്കി മന്തി കഴിച്ചു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഗോതമ്പത്തിൻ്റെ പുട്ടുണ്ടല്ലോ, അപ്പോൾ അതും 2 പപ്പടും ഒരു കട്ടൻ ചായ കേട്ടോ. ഇത് നമ്മളെല്ലാവർക്കും കൂടെ കഴിക്കാനാണ് കേട്ടോ, മക്കളെല്ലാവരും കൂടെ കഴിച്ചതാണേ. അപ്പോൾ ഇതുണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് ഗോതമ്പത്തിൻ്റെ പുട്ട് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ. പിന്നെ ഇത് അങ്ങനെ വലിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. നമ്മൾ സാധാ ഗോതമ്പ് പൊടി കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ സാധാ പുട്ടിന് വയ്ക്കണ പോലെ പിന്നെ നമ്മൾ ആവിക്ക് വേവിച്ചിട്ട്. പിന്നെ പറയാനുള്ളത്, പുഴ മൊത്തം നിറഞ്ഞൊഴുകണം. വെള്ളം കൊണ്ട് മനുഷ്യന് പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം കയറൂല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ചെറിയ പേടി ഉണ്ടാവുമല്ലോ. അപ്പം ഏകദേശം പുഴയിൽ നിന്ന് പാടത്തേക്ക് ഇങ്ങനെ വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളെ ഫ്രണ്ടിലൂടെ പുഴയ്ക്ക് പോകുമ്പോൾ വെള്ളം അത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം അങ്ങനെ കയറാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ. ഏതായാലും പടച്ചോൻ കാക്കട്ടെ. നമുക്ക് നമ്മുടെ 2018 പോലുള്ള പ്രളയങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ പുഴയിൽ നിന്ന് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വലിയ ദൂരമില്ലല്ലോ.